ലേശം ശമിച്ചിട്ടുണ്ട്. സംഗതി ഇന്ന് ചൂണ്ടിട്ടിട്ട് നമ്മൾ സാധനം പിടിക്കും മക്കളെ. ഒന്നും കിട്ടണില്ല കേട്ടോ. എന്തോ കിട്ടിയിട്ടാ. പൊന്നോ, ഇതെന്താ സാധനം വരാലോ? എത്ര ഉണ്ട് കിലോ? ഇതുണ്ടല്ലേ? അമ്മൂ, ക്ഷീണിച്ചിട്ടാ. അപ്പൊ നെട്ടയിലാട്ടോ നമ്മളെ റിച്ചു അച്ചാൻസിൽ വന്നാണ്. അമ്മച്ചിയെ ചൂണ്ടാന്ന് ഒന്നിട്ട് നോക്കാൻ പറഞ്ഞപ്പോ വിചാരിച്ചില്ല കേട്ടാ. അപ്പൊ ഇനി അമ്മച്ചിയെ കൂട്ടിയിട്ട് സംഗതി കറി വെക്കണം. കിട്ടി. യെസ്, വരാല് വരാല്. ഇതെന്താ ചെയ്യാ? പറ്റിക്ക് എന്താ ചെയ്യാ? ഫ്രൈ ആ നല്ലത്. ഇവിടെ വെക്കട്ടെ ഞാന്. ഒരു 4 കിലോ ഉണ്ടാവുമോ? ഉണ്ടാവൂലേ? അയ്യോ എന്റെ അമ്മ, ഒന്നൂര് കിട്ടിട്ടാ. നമുക്ക് എന്തൊക്കെയുള്ള അമ്മ മീൻ? വേറെ സിലോപ്പിയുണ്ട്, കട്ടളയുണ്ട്. ഇതെന്താ ഐറ്റം? അത് സിലോപ്പിയ. സിലോപ്പിയ. ഇത് കട്ട്ല പീസ് ആക്കിയതല്ലേ? കട്ടളയുണ്ട്, റോഹുണ്ട്. റോഹുണ്ട്. എല്ലാ ഡാം മീനല്ലേ? ഡാമിലെ മീൻ. നമ്മൾ എപ്പോ തുറക്കും? രാവിലെ രാവിലെ ഞങ്ങൾ 7:30 ആകുമ്പോൾ തുറക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ? ഇല്ല, ഉച്ചയ്ക്ക് ലഞ്ച് അല്ലേ നമുക്ക്? എനിക്കിപ്പോ റോഹ വേണ്ട വെച്ചാൽ ആദ്യം ഉണ്ടാക്കി വെക്കും, അല്ലെങ്കിൽ എങ്ങനെയാ? ഇല്ല, വരുന്നവരെ വിളിച്ചു കാണിച്ചിട്ട് നമ്മൾ വരുന്ന ആൾക്കാരെ കസ്റ്റമേഴ്സിനെ അടുക്കളയിൽ വിളിച്ചു കാണിച്ചതിന് ശേഷം ഞങ്ങൾ ഉറക്കും. ചോദിക്കാ വേണ്ടിയെന്നുള്ളത്. ഇതെന്താ അമ്മ? ഇത് കട്ടളയുടെ. ഇതിപ്പോ 2-3 കഴിക്കാണ്ടാവൂലേ? കഴിക്കുന്നവർക്ക് കഴിക്കാം. വലിയ തലയല്ലേ? വലിയ തല കേട്ടോ. നമ്മള് എല്ലാം അടുപ്പിലാണ്? എങ്ങനെയാ? എല്ലാം അടുപ്പിലാണ്. മീൻ മറക്കുന്നത് ഗ്യാസില്. നമുക്ക് എത്ര കൊല്ലം ഇവിടെ? ഞങ്ങള് 16 വർഷം. 16 വർഷമായി. ഇതെന്താ റൂഹോ? അതെ, റോഹിന്റെ തല. അടിപൊളിട്ടാ. നമ്മൾ പിടിച്ച വരാന് അപ്പുറത്ത് വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് കാണാം. ഒരു 5 കിലോ ഉണ്ടാവും വെയിറ്റ്? ഉണ്ടാവൂലേ? അപ്പോൾ നമ്മൾ പിടിച്ച മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കാണ് നിൽക്കാൻ പറ്റുന്നില്ല. മണം മണം മണം. കച്ചവടം എങ്ങനെ? കച്ചവടം ഉണ്ടോ? കൊള്ളാം. പണിക്കില്ല ആൾ ആവശ്യമുണ്ടോ? പിന്നെ വേണോ? ഞാൻ നിൽക്കണോ? നല്ല മീൻ പിടിക്കും. മീൻ പിടിച്ചത് കൊണ്ടല്ലേ ഇവിടെ നിൽക്കാൻ പറഞ്ഞല്ലേ? അപ്പൊ എനിക്ക് പണി കിട്ടിയിട്ടോ. അടുത്ത നാളെ തൊട്ട് ഇവിടെ സ്റ്റാഫാ. കേരള സർക്കാർ വളർത്തുമീന്. ഇത് നമ്മളെ മറ്റേ നമ്മൾ നേരത്തെ കണ്ട നെട്ടർ. CC. ഇത് 10 പീസ് ഉണ്ട്. അങ്ങനെയുള്ള 10 പീസിന് ചൂടുകാരൻ എടുക്കാനും പറ്റുന്നില്ല. അങ്ങനെയുള്ള 10 പീസ് ഉണ്ടാവും 150 രൂപയ്ക്ക്. ഭയങ്കര സോഫ്റ്റാണ്. ഭയങ്കര ഇത് കണ്ട, ഇത് കട്ട്ലയുടെ വയറ് പീസാട്ടോ. ഇത്രയും വലിയ പീസിന് ഒരു 150 രൂപയുള്ളൂ. ഇത് കഴിക്കണ വയറ് വാടകയ്ക്കേണ്ട അവസ്ഥയാണ്. ചോറ് തോരൻ, കാബേജ്, തീയല, അച്ചാർ, കപ്പ. നല്ല ചൂടാലമ്മ. നല്ല ചൂടാണ്. ആവി പറക്കണ മീൻകറി. ചൂട് ചോറിങ്ങനെ ആവി പറക്കണ മീൻകറി കുഴച്ചിങ്ങനെ ഇടണം. പുളിശ്ശേരി. അടിപൊളി. മയിലിങ്ങനെ വെള്ളം വന്നിട്ടേ. രസം. അത് നട്ടറാണ്. ഇതെന്ത് വില വരും ഇപ്പോൾ? ഇതിപ്പം വന്നിട്ട് 300 രൂപ. 300 രൂപയ്ക്ക് ഇത്രയും വലിയ മീൻ. കന്നഡ കുട്ട നല്ല സോഫ്റ്റ് മീനാട്ടോ. അത് കട്ട്ലയുടെ വയറിൻ്റെ ഭാഗമാട്ടോ. അത് ഭയങ്കര സോഫ്റ്റാണ്. എല്ലാ മീനും ഭയങ്കര സോഫ്റ്റാണ്. ഫുഡ് അങ്ങനെ തകർത്തില്ലേ?
ഭക്ഷണം ഗംഭീരം കേട്ടോ, തകർത്തു. ഈ മീൻ അടിപൊളി മീൻ, സി ആ തല കഴിച്ചു നോക്ക്. മീനതല വേണ്ട, ഞാൻ വേറെ പിടിച്ചോളാം. അമ്മ ചോറിനെന്താ വേറെ കയറ്റ അമ്മ? നമുക്ക് ചോറിന് മീനില്ലാതെ കപ്പയും ഉപ്പേരി, നമ്മളെ മുളക് ചമ്മന്തി, അച്ചാറ്, തീയല്, പിന്നെ രസം, പുളിശ്ശേരി, മീനിൻ്റെ ഗ്രേവി 60 രൂപ. അപ്പോൾ എല്ലാവരും നെട്ടയ്ക്ക് പോകുന്നുള്ളൂ. നെട്ടയ്ക്ക് പിന്നെ ലേറ്റായി വരരുത് ആരും. ഒരു 3 മണി വരെ ഉണ്ടാവില്ല എന്തായാലും 3 മണി വരെ ഉണ്ടാവും. കഴിയുന്ന ഉച്ചയ്ക്ക് തന്നെ എത്തിയാലും നല്ല അടിപൊളി മീൻ കിട്ടും. പിന്നെ തീർന്നു പോയിട്ട് നമ്മളെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരേക്കും ടാറ്റ ബൈ. ഓക്കെ.